രക്ഷിക്കപ്പെട്ട ഒരു ദൈവജനമാണ് പൈലറ്റെങ്കിൽ ആ കർത്താവിന്റെ ദാസൻ എടുക്കപ്പെടും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവജനമാണെങ്കിൽ അവൻ ട്രെയിൻ ഓടിക്കുന്നതെങ്കിൽ അവൻ കർത്താവിന്റെ വരെ എടുക്കപ്പെടും. ദൈവ പൈതലാണ് അവൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവജനമാണ് ബസ് ഓടിക്കുന്നതെങ്കിൽ അവൻ കർത്താവിന്റെ വരെ എടുക്കപ്പെടും. ദൈവദാസന്മാര് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളെല്ലാവരും കൂടെ സ്വർഗത്തിലെ ദൈവത്തെ എതിരേറ്റുവാനൊക്കെ അതുകൊണ്ട് നെറ്റിമേല അടയാളപ്പെടുവാനുള്ള സമയം വരുന്നു. 666 മുദ്ര നമ്മൾ ഏൽക്കുവാനുള്ളവരല്ല, ദൈവജനം പോകുവാനുള്ളവരാണ്. ആമേൻ. നെറ്റിമേല ആമേൻ 666 മുദ്ര ഏൽക്കുവാനല്ല നമ്മൾ വിളിച്ചത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൂടെ കർത്താവിന്റെ രണ്ടാം വരവില്ല മുദ്രയേൽക്കുവല്ല 144,000 അതിനുശേഷമുള്ള 1000 ആളുകൾ ആമേൻ. ലോകത്തിൽ നിന്നും കോടിക്കണക്കിന് ആളുകൾ യേശുവിനോടൊപ്പം പോകാനുള്ള സമയമായി. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതിനുള്ള സമയം കരുതുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ അംഗീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. അവിടെ പാസ്റ്റർ എന്തൊക്കെയോ പ്രസംഗിച്ചു പോയത് പറയാം. അവൻ വേണമെങ്കിൽ പാസ്റ്റർ പ്രസംഗിച്ചു സ്വന്തം വചനമല്ല വേദപുസ്തകമാണെന്ന് അംഗീകരിക്കാം. അംഗീകരിച്ചാൽ വിടുതലുണ്ട്, ഇല്ല എങ്കിൽ മഹാകഷ്ടമാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. ഹല്ലേലൂയ സ്തോത്രം. രക്ഷിക്കപ്പെട്ട അതെ ഹല്ലേലൂയ അവൻ അപ്പന് മുമ്പേ രക്ഷിക്കപ്പെട്ടു. അവൻ മക്കളെ രക്ഷിക്കപ്പെട്ടില്ല. ഒറ്റ സെക്കൻഡില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പന് മുമ്പേ